അനാവശ്യമായ ധൃതി ഈ ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാറിന്റെ സമയം നീട്ടിക്കൊടുക്കാനും ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്ത ആവേശത്തോടെ ഇറങ്ങിയിരിക്കുന്നത് ടൂറിസം വകുപ്പാണ്. മന്ത്രിമാരാണ് ആദ്യം നുണ പറഞ്ഞത്. ഒന്നും നടക്കുന്നില്ല. പിന്നെ പാവ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുകൂടി നുണ പറയിപ്പിക്കുകയാണ്. ഹൈജാക്കിങ് നടക്കുകയാണ്. എന്നിട്ട് ആ മന്ത്രിക്ക് ഒരു മറുപടിയും പറയാനില്ല. ഈ ടൂറിസം വകുപ്പ് മന്ത്രി ആദ്യം പറഞ്ഞു ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വകുപ്പ് തന്നെ അതിന്റെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ വിവരങ്ങളും അതിന്റെ തെളിവുകളും ഞങ്ങൾ ഹാജരാക്കി. മറുപടി പറയാനൊരു വാചകം ഉണ്ടായിരുന്നു. ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിന്റെ അധികാരങ്ങൾ കവർന്നെടുത്ത് ഈ കേസിലെല്ലാം ഇടപെടുവാൻ. അബ്കാരി ചട്ടത്തിൽ ഭേദഗതി വരുത്താൻ എന്ത് കാര്യം ടൂറിസം സെക്രട്ടറിയുടെ ജോലിയല്ല. അപ്പൊ മന്ത്രി രാജേഷ് പറയട്ടെ, അദ്ദേഹത്തിന്റെ വകുപ്പ് ഇപ്പൊ ഉണ്ടോ, കയ്യിലുണ്ടോ, അല്ലെ വേറെ ആരെങ്കിലും കയ്യിലായിരിക്കണമെങ്കിൽ. നമസ്കാരം. എക്സൈസ് വകുപ്പ് ചെയ്യേണ്ട പണി ടൂറിസം വകുപ്പ് ചെയ്യുന്നത് എന്തിനാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന ചോദ്യം. സർക്കാർ മറുപടി പറയേണ്ട കാര്യങ്ങൾക്ക് ചീഫ് സെക്രട്ടറി മറുപടി പറയുന്നത് എന്തിനെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. രണ്ടാം ബാർക്കോഴ വിവാദത്തിൽ ഇനിയും സർക്കാർ രാഷ്ട്രീയ പ്രതികരണം നടത്തിയിട്ടില്ല. അഴിമതി ആരോപണം കേരളത്തിൽ വിറ്റുപോകാത്ത ഒരു രാഷ്ട്രീയമായി മാറി. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, ഇടത് സഹയാത്രികൻ എം ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ CR നീലകണ്ഠൻ എന്നിവർ. ആദ്യം ജയചന്ദ്രനിലേക്ക്. ജയചന്ദ്രൻ, ഈ വിഷയത്തിൽ സർക്കാർ ഒരു രാഷ്ട്രീയ പ്രതികരണവും നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ഉദ്യോഗസ്ഥരെ കൊണ്ട് മറുപടി പറയിക്കാൻ ശ്രമിക്കുന്നതാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത്. ചാനൽ ചർച്ചകളിൽ പോലും പാർട്ടിയെയോ സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആരും വരുന്നു പോലുമില്ല. ഇങ്ങനെ ഡിഫൻസിലാവാൻ കാരണം എന്തായിരിക്കും? അജിംസെ, അതൊരു ഈ താങ്കൾ പറഞ്ഞത് ഡിഫൻസിലാണെന്ന് പറഞ്ഞത് ഒരു തെറ്റിദ്ധാരണയുടെ മാത്രം ഭാഗമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എന്താണെന്നറിയാമോ? ഇതിനകത്ത് സർക്കാർ ഡിഫൻസിലാവുന്ന യാതൊരു പ്രശ്നവും നിലനിൽക്കുന്നത് പോലുമില്ല. കാരണം ഈ LDF സർക്കാരിൻ്റെ കാലത്ത് പുതുതായി തുടങ്ങിയ ഒരു നടപടിക്രമമല്ല ചീഫ് സെക്രട്ടറിയുടെ മാസാമാസമുള്ള യോഗമെന്ന് പറയുന്നത്. അത് ഗവൺമെൻറ് ഉണ്ടായ കാലം മുതൽ എന്ന് പറയാൻ, നമ്മളിവിടെ ഗവൺമെൻറ് ആദ്യമായിട്ട് ഉണ്ടാകുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ഉണ്ടാകുന്ന 57 മുതലാണല്ലോ. 57 മുതൽ നാളിതുവരെയുള്ള എല്ലാ മാസങ്ങളിലും സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിമാർ അവരുടെ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു ചേർക്കാറുണ്ട്. അത് പുതിയ കാര്യമേ അല്ല. അപ്പോൾ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട അവരവർക്ക് പറയാനുള്ള പുതിയ കാര്യങ്ങൾ നിരവധിയായി ആ മീറ്റിങ്ങുകൾ ഉയർന്നു വരാനുമുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിൽ ഒരു പുതിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യം എന്ന് പറയുന്നത് സാമ്പത്തികമായി കേരളത്തിനെ പരമാവധി ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയിൽ തളച്ചിടാനായി യൂണിയൻ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കടമെടുപ്പ് പരിധി അടക്കം കുറച്ചതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നിരവധി ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതി അഭിപ്രായം പറഞ്ഞതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ജനുവരി 1-ന് 2024 ജനുവരി 1-ന് ഡോക്ടർ വി വേണു ചീഫ് സെക്രട്ടറി ഈ വർഷത്തെ ആദ്യത്തെ മാസാദ്യ യോഗത്തിൽ വകുപ്പ് സെക്രട്ടറിമാരോട് പറയുന്നത്, നിങ്ങൾ ഈ കടമെടുപ്പ് പരിധി കുറച്ചു, സംസ്ഥാനത്തിൻ്റെ ഒരുപാട് ഞെരുക്കങ്ങളുണ്ട്, വകുപ്പ് സെക്രട്ടറിമാർക്ക് വെക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ വെക്കണം. ഈ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും? സ്വാഭാവികമായും ബ്യൂറോക്രസിയുടെ തലവനാണ് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വകുപ്പ് സെക്രട്ടറിമാരാണ് അദ്ദേഹം ചോദിക്കേണ്ടത്. അത് ഗവൺമെൻറ് പറഞ്ഞിട്ട് ചീഫ് സെക്രട്ടറി ചോദിക്കുന്ന ഒരു രീതിയായിട്ട് വ്യാഖ്യാനിക്കുന്ന പ്രതിപക്ഷ നേതാവിന് ഇതറിയാൻ വയ്യാത്തതൊന്നുമല്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ 2001-ൽ മെമ്പറായതാണേ, നിയമസഭാംഗമായ ആളാണ്. അദ്ദേഹം അറിയാൻ വയ്യാത്ത ആളൊന്നുമല്ല. പക്ഷേ രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കുകയും ഗവൺമെൻറ്റിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും താങ്കൾ ചോദിച്ചതുപോലെ ഡിഫൻസീവിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ ഡിഫൻസീവിലാക്കാൻ ശ്രമിക്കുന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ചു പോരുന്നത്. എം ജയചന്ദ്രൻ, അല്ലാതെ മാർച്ച് മാസത്തിൽ ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു, ഇങ്ങനൊരു പോളിസി മാറുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു എന്നുള്ളതല്ലല്ലോ പ്രശ്നം. ഈ മാസം നടന്നല്ലോ. ഈ മാസം ടൂറിസം വകുപ്പ് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തല്ലോ. അപ്പോൾ സർക്കാർ ഇത് ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചീഫ് സെക്രട്ടറി സർക്കാരിന്റെ ഭാഗമല്ലേ? അല്ല, ചീഫ് സെക്രട്ടറി സർക്കാരിന്റെ ഭാഗമാണ്. ഇന്നലെ വരെ ചോദിച്ചത് എന്തായിരുന്നു? മന്ത്രി അറിയാതെ യോഗം വിളിക്കുമോ എന്നുള്ളതല്ലേ അജിംസ ചോദിച്ചത്? മന്ത്രി അറിയാതെ യോഗം വിളിക്കുമോ? എത്ര ഈ അപ്സൈഡാണ് ആ ചോദ്യം തന്നെ എന്നുള്ളത് ചീഫ് സെക്രട്ടറിയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റോട് കൂടി വ്യക്തമായില്ലേ? അല്ല, മന്ത്രി അറിഞ്ഞിട്ടില്ലേ? അല്ല, ഈ കഴിഞ്ഞ 23-ാം തീയതി നടന്ന യോഗം മന്ത്രി അറിയാതെയാണോ? എന്തോ ജയേന്ദ്രൻ, ഈ കഴിഞ്ഞ 23-ാം തീയതി നടന്ന ടൂറിസം വകുപ്പ് വിളിച്ച യോഗം മന്ത്രി അറിയാതെയാണോ? അല്ല,
ഇത്തരത്തിലുള്ള ഒരു യോഗവും മന്ത്രിമാരുടെ കൺസെന്റ് വാങ്ങിച്ചിട്ടല്ല ചേരുന്നത്. ഏത് അത് പ്രാഥമികമായ ടൂറിസം ഡയറക്ടർ മാത്രമേ ഉള്ളൂ. അല്ല, ടൂറിസം ഡയറക്ടർ അബ്കാരി പോളിസിയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗം മന്ത്രി അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് തുടരാൻ പറ്റുമോ? അതെന്താ ഇല്ലാത്തത്? അബ്കാരി പോളിസി എന്ന് പറഞ്ഞ സർക്കാർ, നയം എന്ന് പറയുന്നത് സർക്കാരാണ് തീരുമാനിക്കുന്നത്, ഉദ്യോഗസ്ഥരല്ല. നയം എന്നുള്ളത് സർക്കാരാണ് തീരുമാനിക്കുന്നത്, ഉദ്യോഗസ്ഥരല്ല എന്നാണ് എൻ്റെ ഒരു പരിമിതമായ അറിവ്. അല്ല അജിംസ്, അല്ല താങ്കളുടെ പരിമിതമായ അറിവാണെങ്കിലും പരമമായ അറിവാണെങ്കിലും ഒറ്റ കാര്യമുള്ളൂ ഇതിൻ്റെ അകത്ത് സർക്കാർ പോളിസി തീരുമാനിക്കാനല്ല യോഗം വിളിച്ചിട്ടുള്ളത്. അതിന്റെ സബ്ജക്റ്റിൽ ലിക്വർ പോളിസി ഉദ്യോഗസ്ഥന്മാർ യോഗം ചേരുന്നത്. ആ ഇൻവിറ്റേഷനിൽ ലിക്വർ പോളിസി ചർച്ച ചെയ്യാനാണെന്ന് സബ്ജക്റ്റിൽ ചർച്ചയാണ്. ലിക്വർ പോളിസിയെ കുറിച്ചാണ്, നിങ്ങളുടെ അഭിപ്രായമല്ല ചോദിച്ചത്. ലിക്വർ പോളിസിയെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് അവർ ആവശ്യപ്പെടുന്നത്, അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം തേടാനാണെന്ന് പോലും ആ സബ്ജക്റ്റിൽ പറയുന്നില്ല. ലിക്വർ പോളിസി എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ അജിംസേ, താങ്കൾ ഇങ്ങനെ പറയുന്നു, ഇക്കാര്യത്തിൽ കേരളത്തിലെ ബ്യൂറോക്രസിയുടെ തലവനായിട്ടുള്ള ചീഫ് സെക്രട്ടറി തന്നെ ഇന്നലെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയല്ലോ. ഇന്ന് പത്രങ്ങളിൽ ആ സ്റ്റേറ്റ്മെന്റും ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റിനെ താങ്കൾ അവിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ പറയൂ, ആ ചർച്ച നമുക്ക് ആ നിലയ്ക്ക് നടത്താം. ചീഫ് സെക്രട്ടറി ഇറക്കിയ സ്റ്റേറ്റ്മെന്റ് അതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ അകത്ത് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു കളവ് പറയുന്ന ആളല്ല എന്നും അദ്ദേഹത്തിന് ഇതിന് കളവ് പറഞ്ഞ് നേടാനില്ല എന്നും ഉത്തമ ബോധ്യമുള്ള ആളാണ് ഞാൻ. സർക്കാരിന്റെ ഭാഗമായ ബ്യൂറോക്രസിയുടെ ഭാഗമായ ഒരു ബ്യൂറോക്രാറ്റ്, അത് ബ്യൂറോക്രാറ്റുകളുടെ തലവനായ ചീഫ് സെക്രട്ടറി ആണെങ്കിലും ഇങ്ങനെ താഴെ തട്ടിലുള്ള ഒരു പ്യൂൺ ആണെങ്കിലും അവർ സത്യസന്ധരാണോ സത്യസന്ധരല്ലേ എന്നുള്ളത് ഒരു ജനാധിപത്യ ക്രമത്തിൽ സാധാരണ പൗരന് പ്രസക്തമായ കാര്യമല്ല. അവർ സർക്കാരിന്റെ നയം നടപ്പിലാക്കാൻ നിയുക്തരായ ഉദ്യോഗസ്ഥർ മാത്രമാണ്. അവർ ഇനി സത്യം പറഞ്ഞോ നുണ പറഞ്ഞോ എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. നമ്മൾ തെരഞ്ഞെടുത്ത് അയച്ച മന്ത്രിമാർ, ജനപ്രതിനിധികൾ, അവരറിഞ്ഞാണോ ഈ കളികളൊക്കെ എന്നാണ് മാത്രമാണ് എൻ്റെ സംശയം. ഓക്കെ, ഞാൻ താങ്കളുടെ സംശയത്തിന് ഞാൻ മറ്റൊരു സമീപ ഭൂതകാലത്തിലെ ഒരു ചരിത്രം അത് തന്നെ പറയാം. ഞാൻ സംഗതി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 2011-16 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം, വർഷം 2014 ജൂൺ കൃത്യമായി പറഞ്ഞാൽ നിയമസഭാ സമ്മേളനം ചേരുകയാണ്. ജൂണിലെ നിയമസഭാ സമ്മേളനം ചേർന്നതിന് പിന്നാലെ അന്ന് വട്ടിയൂർക്കാവിലെ നിയമസഭാംഗമായിരുന്ന കെ മുരളീധരൻ ഒരു ചോദ്യം നിയമസഭയിൽ ഉന്നയിക്കുന്നു. സ്റ്റാർഡ് ക്വസ്റ്റ്യനാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇങ്ങനെയാണ്: താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി സദയം മറുപടി നൽകുമോ? വിവിധ സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിൻ്റെ പ്രവൃത്തി പഠന സെഷനുകളെക്കുറിച്ച് പ്രസ്തുത വകുപ്പിൻ്റെ കീഴിൽ IMG എന്ന സ്ഥാപനം ഏതെങ്കിലും തരത്തിലുള്ള പഠനം നടത്തുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ IMG എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പ്യൂൺ മുതൽ IASകാർ വരെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഗവൺമെൻറ്. ആ സ്ഥാപനത്തിൻ്റെ ഒരു പ്രശ്നമാണ് അന്നത്തെ ഭരണകക്ഷി MLA ആയ മുരളീധരൻ ചോദിക്കുന്നത്. എന്നിട്ട് പുള്ളി ചോദിക്കുന്നുണ്ട്, പ്രസ്തുത പഠനം മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടു കൂടിയാണോ നടത്തുന്നത്, വ്യക്തമാക്കുമോ? അതാണ് ഞാനിവിടെ പറയണം ഉദ്ദേശിച്ചത്. അപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറയുകയാണ്, മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരമല്ല നടത്തുന്നത്. സെക്രട്ടറിമാരുമാണ് ചീഫ് സെക്രട്ടറിയുടെ പ്രതിമാസ കോൺഫറൻസിൽ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് നടത്തിവരുന്ന പ്രവർത്തി പഠനത്തിൻ്റെ രീതികളും സംവിധാനവും അടിയന്തരമായി പരിശോധിക്കേണ്ടതുണ്ട്. പരിശോധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ IMG ഡയറക്ടറെ ചുമതലപ്പെടുത്തുവാൻ തീരുമാനിച്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ശരിയല്ല, ഗവൺമെൻറ് അതിനോട് യോജിക്കുന്നില്ല. അപ്പോൾ വീണ്ടും മുരളീധരൻ ചോദിക്കുകയാണ്, മുഖ്യമന്ത്രി അറിയാതെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇത് മുഖ്യമന്ത്രി അറിയേണ്ട കാര്യമില്ല, ചീഫ് സെക്രട്ടറി നടത്തുന്ന പ്രതിമാസ യോഗത്തിലാണ് ഇത് വരുന്നത്. എല്ലാ മാസവും ചീഫ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചുകൂട്ടി പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ ചർച്ച ചെയ്ത യോഗത്തിൽ ഈ വകുപ്പിനെക്കുറിച്ച് ഒരു പഠനം ആവശ്യമായ നിർദ്ദേശം വരികയും ആ സമയത്ത് വന്ന നിർദ്ദേശമാണിത്. പക്ഷേ ഇതിൻ്റെ ഔചിത്യത്തെക്കുറിച്ച് ചോദ്യം ഉയർന്നപ്പോൾ തന്നെ അത് വേണ്ടെന്ന് ഈ ഗവൺമെൻറ് തീരുമാനിച്ചു. പുതിയ അന്വേഷണം നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട് എന്ന് ഭരണകക്ഷി MLA കെ മുരളീധരന് അന്ന് 2014 ജൂണിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മറുപടി പറയുന്നു സഭയിൽ. അത് തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. പലതരത്തിലുള്ള നിർദ്ദേശങ്ങളും ചീഫ് സെക്രട്ടറി വിളിക്കുന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ പ്രതിമാസ കോൺഫറൻസിൽ വരും. അതിൻ്റെ അകത്ത് സ്വീകാര്യമായ നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് സ്വീകരിക്കും, അസ്വീകാര്യമായവ നിരാകരിക്കുകയും ചെയ്യും. അത് പൊതുവായി ഏത് ഗവൺമെൻറ്റും ചെയ്യുന്ന കാര്യമാണ്. ഈ ഗവൺമെൻറ്റിന് മാത്രമായിട്ടൊരു പുതിയ നയം ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. അതങ്ങനെ തന്നെയാണ് വരുന്നതും, അതാണ് ഇവിടെ കാണുന്നതും.
ആ കാണുന്നതിനെ മറ്റൊരർത്ഥത്തിൽ ദുർവ്യാഖ്യാനം ചെയ്ത് ഇത് പിന്നെ കുറേ പേര് പറയുന്നു, ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരാൾ ഇട്ടത് കാണുന്നുണ്ടല്ലോ, പിന്നെ എം പി രാജേഷാണ് ഏറ്റവും വലിയ കുറുക്കൻ കള്ളൻ എന്നൊക്കെ പറഞ്ഞ് പച്ചയ്ക്കെന്ന് പറയുകയാണ്. വേറെ ചിലർ പറയുന്നു മന്ത്രി റിയാസാണ് ഇതിന്റെ എല്ലാം ഗുണഭോക്താവ് എന്ന് വേറൊരു തരത്തിൽ പറയുന്നു. അപ്പൊ റിയാസ് പറഞ്ഞല്ലോ എന്നെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. IMG കുറിച്ചുള്ള ചോദ്യത്തിൽ അത് ഏതെങ്കിലും നയപരമായ കാര്യങ്ങളിലുള്ള അഭിപ്രായ ഭിന്നതയാണോ കാണേണ്ടത്, അല്ലെങ്കിൽ സർക്കാർ അത് ചെയ്യില്ല എന്ന് പറയുന്നത് ഇതിൽ നയപരമായ കാര്യമാണോ? അല്ല ഉണ്ട്, ഞാനതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാത്ത ഈ ചർച്ചയിലത് പ്രസക്തമല്ലാത്തതുകൊണ്ടും. എന്നാൽ ആ കാര്യം ചോദ്യോത്തരം മുഴുവൻ ഉണ്ട്. അല്ലാതെ നയപരമായ കാര്യമാണെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, നയപ്രശ്നം അതിൻ്റെ അകത്ത് വന്നത് ഇതാണ്. അല്ല, നയപ്രശ്നം തന്നെയാണ്. കാരണം IMGക്ക് അതിനുള്ള നയപരമായ അധികാരം ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. ഇല്ലാത്ത അധികാരം പ്രയോഗിച്ച് അവരൊരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കി വെച്ച് ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള നടപടിക്രമമാണോ എന്ന് തന്നെ മുരളീധരൻ ആ ചോദ്യത്തിൽ ചോദിക്കുന്നുണ്ട്. അതൊരു ഗൂഢാലോചനയല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് ആ ചോദ്യത്തിൽ. ആ ചോദ്യത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാത്തത് നമ്മുടെ ഇവിടെ ഈ ചർച്ചയിൽ അതിന് സമയമില്ലല്ലോ, അതിന്റെ ആവശ്യമില്ലല്ലോ. മുഖ്യമന്ത്രി അതിനെ എൻഡോഴ്സ് ചെയ്യാണോ ചെയ്തത്? മറുപടിയും ആ നയമാറ്റത്തെ മുഖ്യമന്ത്രി എൻഡോഴ്സ് ചെയ്യാണോ ചെയ്തത്? അല്ല അതാ IMGയില് ഇത്തരത്തിൽ പിന്നെ ഒരു നടപടി സ്വീകരിച്ചത് ഇദ്ദേഹത്തിന്റെ ഈ പറഞ്ഞതുപോലെ ചീഫ് സെക്രട്ടറി വിളിച്ച പ്രതിമാസ കോൺഫറൻസിലാണെന്നും അത് വേണ്ട എന്ന് വെച്ചിട്ട് വകുപ്പ് സെക്രട്ടറിമാരുടെ കമ്മിറ്റി ഉണ്ടാക്കാനാണ് ഗവൺമെന്റ് നിശ്ചയിച്ചതെന്നും ഈ പറഞ്ഞ സംഗതി നിരാകരിക്കുന്നു എന്നും ആ മറുപടിയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് നിയമസഭയിൽ തന്നെ. ആ ചോദ്യവും അതിന്റെ ഫുൾ മറുപടിയും എൻ്റെ ഉണ്ട്. ജയചന്ദ്രൻ പറഞ്ഞ ഉദാഹരണം വെച്ച് ചോദിക്കട്ടെ. സർക്കാർ മന്ത്രിസഭ ചെയ്യേണ്ട ഒരു കാര്യമാണ് നയരൂപീകരണം. ആ നയരൂപീകരണ ശ്രമവുമായി സർക്കാർ അറിയാതെ, മന്ത്രി അറിയാതെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ പോയെന്നാണ് ശ്രീ ജയചന്ദ്രൻ വാദിക്കുന്നത്. എങ്കിൽ ഈ ആരോപണം ഉയർന്ന് ഇത്രയും ദിവസമായി ഈ നടന്ന യോഗം ഒരു നിമിഷം ഈ നടന്ന യോഗങ്ങൾ ഞങ്ങൾ അറിഞ്ഞല്ല, ഞങ്ങൾക്ക് അതിലൊരു പങ്കില്ല എന്ന് പറയണ്ടേ? അല്ല, അതെന്തിനാ മാധ്യമങ്ങളോടാണ് പരസ്യമായി പറയുന്നത്? ഇവിടെ പറഞ്ഞത് നിയമസഭയിലാണ്. മാധ്യമങ്ങളോടല്ല പറയുന്നത്. ഈ മറുപടി ആരോടെങ്കിലും സർക്കാർ പറയേണ്ടതുണ്ടോ, മന്ത്രിമാർ പറയേണ്ടതുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ വരാങ്ങയിലേക്ക്. ശ്രീ അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, ഈ നടന്നതൊക്കെ മന്ത്രിമാർ അറിയാതെയാണ്. ഞാൻ വരാം അങ്ങനെയൊക്കെ. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി നടന്ന സംഭവത്തിനാണ് 2014 മറുപടി. ഓക്കെ. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, ഇതൊന്നും മന്ത്രിമാർ അറിഞ്ഞില്ല. ഇതൊക്കെ ഒരു റൂട്ടീൻ ഭാഗമായി സർക്കാർ വകുപ്പുകൾ ചെയ്യുന്ന സാധാരണ എക്സസൈസ് ആണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പോൾ മന്ത്രിമാർ അത്തരം നയപരമായ കാര്യങ്ങളിൽ വ്യാപൃതരല്ല. പക്ഷേ ഇനി MCC കഴിയുന്ന സമയത്ത് ഇതൊക്കെ വരേണ്ടി വരും. അപ്പോൾ ഉദ്യോഗസ്ഥർ നേരത്തെ കൂട്ടിക്കാലം കാര്യങ്ങൾ ചെയ്തതാണ് എന്നാണ് ഒരു ന്യായവാദം. എന്താണ് നിങ്ങളുടെ മറുപടി? ശ്രീ അജിംസ്, MJയുടെ വാദം അങ്ങ് ചോദിക്കുന്നു അരി എത്രയാണ് ശ്രീ MJ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പയർ അഞ്ഞാഴിയാണ് എന്നാണ്. നോക്കൂ, പോളിസി ഡിസിഷനാണ്. സംസ്ഥാന സർക്കാരുകൾ, അത് UDF ആവട്ടെ LDF ആവട്ടെ, അതുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും സാമ്പത്തിക വർഷം തീരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നതിൽ ഒന്ന് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, രണ്ടാമത്തത് അത് ലിക്വർ പോളിസിയുമായി ബന്ധപ്പെട്ടുണ്ട്. ആ പോളിസി ഡിസിഷനുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗം അവിടെയാണ് പ്രസക്തം. അപ്പൊ അല്ലാതെ സർക്കാർ ഓഫീസിൽ കെട്ടിക്കിടക്കുന്ന ആക്രി വിൽക്കാനോ പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്ന വണ്ടി വിൽക്കാനോ വിളിച്ചു ചേർത്ത യോഗമല്ല. സർക്കാരിന്റെ ലിക്വർ പോളിസിയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത പോളിസി ഡിസിഷൻ മേക്കിംഗ് യോഗം. അങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഇപ്പോൾ ഇവരുടെ ചീഫ് സെക്രട്ടറി അടക്കം പുറപ്പെടുവിക്കുന്ന ക്യാപ്സ്യൂൾ അംഗീകരിച്ചാൽ അത് സർക്കാരോ മന്ത്രിയോ മന്ത്രാലയമോ അറിയാതെയാണെങ്കിൽ ആ പണിക്ക് മന്ത്രിമാരെ കൊള്ളില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് അവർ ആ പണി വെച്ച് രാജിവെച്ച് പുറത്തു പോകണം. കാര്യം അവരുടെ വകുപ്പുകാരെ സെക്രട്ടറിമാർ അവരോട് ചോദിക്കാതെ പോളിസി ഡിസിഷൻ എടുക്കാൻ വേണ്ടി ചില മീറ്റിംഗുകൾ വിളിച്ചു ചേർക്കുന്നു. അതിലേക്ക് ബാർ മുതലാളിമാരെ വിളിച്ചു ചേർക്കുന്നു. അതിലേക്ക് 5 സ്റ്റാർ ബാർ മുതലാളിമാരെ വിളിക്കുന്നു. അവരുടെ ഡ്രൈ ഡേ ഒഴിവാക്കാനുള്ള നിർദ്ദേശം മുമ്പോട്ട് വെക്കുന്നു. 15,000 കോടി രൂപ അധിക വരുമാനം അതിൽ നിന്ന് ഉണ്ടാകുമെന്ന കൺക്ലൂഷനിലേക്ക് അവരെത്തപ്പെടുന്നുവെങ്കിൽ അത് മന്ത്രിമാർ അറിയുന്നില്ലെങ്കിൽ സെക്രട്ടറിമാരാണ് ഭരണം നടത്തുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ വ്യാഖ്യാനം. ഇനി അങ്ങനെ അല്ലെങ്കിൽ മന്ത്രിമാർ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ നോക്കൂ, ഈ സർക്കാരിനെ അവരുടെ പോളിസിയിൽ, ഞാനിപ്പോ നേരത്തെ പോളിസി എന്ന് പറഞ്ഞാണല്ലോ ശ്രീ അജിംസ് നമ്മൾ തുടങ്ങിയത്, ഈ സർക്കാരിന്റെ LDF ഗവൺമെന്റിന്റെ 1, 2 LDF ഗവൺമെന്റുകളുടെ പോളിസിയിൽ മദ്യനയത്തിൽ വലിയ വ്യതിചലനം നമുക്ക് കാണാൻ സാധിക്കും. 1ാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അവരുടെ പ്രകടന പത്രികയുടെ 21ാം പേജ് 851ാം ഖണ്ഡം പറയുന്നത് എന്താണ്? മദ്യവർജനം എന്നുള്ളതല്ല, ഘട്ടം ഘട്ടമായ മദ്യ നിരോധനം എന്ന് തന്നെയാണ് പറയുന്നത്.
യശശരീരയായ KPSC ലളിതയും യശശരീരനായ ഇവരുടെ മുൻ MP കൂടിയായിട്ടുള്ള എന്താണ് നമ്മുടെ ഇന്നസെന്റിനെയും ഒക്കെ വെച്ചുകൊണ്ട് ഇവർ പരസ്യം ചെയ്തത് നമ്മൾ മറന്നുപോയോ? അന്ന് LDFന് 4 VT പരസ്യങ്ങളേ ഉള്ളായിരുന്നു. ആ 4 VT പരസ്യങ്ങളിൽ ഒരു പരസ്യം ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് എന്ന് KPSC ലളിത വന്നിരുന്നു പറയുന്നതായിരുന്നില്ലേ? നോക്കൂ, ഒരു പാർട്ടി സംസ്ഥാന ഭരണത്തിലേക്ക് പോകാൻ വരുന്ന ഒരു പാർട്ടി 4 VT പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ അതിലൊന്ന് മദ്യനിരോധനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ആ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട ലിക്വർ പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ? അവിടെ അവർ പറഞ്ഞ എന്താണ്? ഞങ്ങൾ തുറക്കാൻ പോകുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് എന്നാണ്. ഇനി സ്കൂളുകളിൽ കൂടിയേ ബാർ തുറക്കാനുള്ളൂ എന്ന ഗതികേടിലെത്തിയില്ലേ? 28 ബാറുകളാക്കി UDF ഗവൺമെന്റ് ഇറങ്ങി പോകുമ്പോൾ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ബാറുകൾ അനുവദിച്ചാൽ മതി എന്ന തീരുമാനമായി UDF ഇറങ്ങിപ്പോയോടത്ത് നിന്ന് ഇന്ന് എത്ര ബാറുണ്ട് ശ്രീ എം ജയേന്ദ്രൻ? അങ്ങയുടെ ശ്രദ്ധയിലേക്കാണ് 900-ൽ പരം ബാറുകൾ ഈ സർക്കാർ വന്നതിന് ശേഷം സംസ്ഥാനത്തൊട്ടുക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് ഇനി അടുത്തത്? സീസൺ ഓഫ് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഇതിലെ ഇവർ കള്ളി വെളിച്ചെത്താവൂ. നോക്കൂ, CNAG കഴിഞ്ഞ പ്രാവശ്യത്തെ റിപ്പോർട്ട് പ്രകാരം 612 കോടി രൂപ TOT പിരിക്കാനുണ്ട് ബാർ മുതലാളിമാരിൽ നിന്ന്. 612 കോടി രൂപ മുണ്ട് മുറുക്കി കൊടുക്കണമെന്നും കേന്ദ്രം തരാനുണ്ടെന്നും സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് പറയുമ്പോഴും ബാർ മുതലാളിമാരുടെ കിട്ടാനുള്ള പണം പിരിക്കാൻ ഈ സർക്കാരിന് ആർജവമേ ഇല്ല, അവർക്ക് കഴിവേയില്ല. മറ്റൊരു കൂട്ടുകാരാണോ അറിയാമോ? 810 കോടി രൂപ പിരിച്ചെടുക്കാനുള്ള കോറി മുതലാളിമാരാണ്. അവർക്ക് കിട്ടിയ ഗുണം എന്താണെന്ന് അറിയാമോ? UDF പോകുമ്പോൾ 100 മീറ്റർ ചുറ്റളവിൽ, ജനവാസ മേഖലയിലെ 100 മീറ്റർ ചുറ്റളവിൽ എന്തുണ്ടാവാൻ പാടില്ല? കോറി ഉണ്ടാവാൻ പാടില്ലായിരുന്നു. പുതിയ കോറികൾ അനുവദിക്കാൻ പാടില്ലായിരുന്നു. ഇവർ വന്നു, TOT പിരിക്കുന്നില്ല, സർക്കാരിലേക്ക് വരാനുള്ള ഫണ്ട് പിരിക്കുന്നില്ല. പകരം ഇവരെന്ത് ചെയ്തു കൊടുത്തു? ഈ 100 മീറ്റർ എന്നത് വെട്ടിച്ചുരുക്കി 50 മീറ്റർ ആക്കി കൊടുത്തു. കച്ചവടമാണ്, ലാഭ കച്ചവടമാണ്. ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഇവർ ബാർ മുതലാളിമാരിൽ നിന്നൊക്കെ ആവശ്യത്തിൽ കൂടി ഫണ്ട് പിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ചർച്ചകളിൽ ഞാൻ പറഞ്ഞതാണ്, 610 കോടി രൂപ TOT പിരിക്കാനുള്ളതാണ് പാർട്ടി ഫണ്ട് പിരിക്കാൻ ചീഫ് സെക്രട്ടറിമാരെ ഇവർ ഉപയോഗിച്ചത്. ഇന്ന് അത് നേരെ തിരിച്ചു കടിക്കുകയാണ് ഇവരെ എന്നതിൽ സംശയം വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ശ്രീ MJ അടക്കം പറയുന്നു, ഞങ്ങൾ ആലോചിക്കാത്തൊരു മദ്യനയത്തെ പറ്റി നിങ്ങൾ എന്തിനാണ് കോൺഗ്രസെ, നിങ്ങൾ എന്തിനാണ് മീഡിയ വണ്ണെ, നിങ്ങൾ എന്തിനാണ് അജിംസെ, എന്തിനാണ് വസന്തെ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ വിവാദം ഉണ്ടാകുന്നതിന് ഒരാഴ്ചക്കാലം മുമ്പ് മാതൃഭൂമി, മീഡിയ വൺ, ന്യൂസ് 18, മനോരമ അടക്കം എത്രയോ ചാനലുകൾ ഡ്രൈ ഡേ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുമ്പോൾ ഇന്നത്തെ നമ്മുടെ എക്സൈസ് മന്ത്രി ശ്രീ MP രാജേഷ്, നേരത്തെ അദ്ദേഹം പറഞ്ഞു ഭയങ്കരമായിട്ട് ആക്രമിക്കപ്പെടുന്ന MP രാജേഷ് ഇന്നത്തെ പോലെ വിദേശത്ത് ടൂറിലല്ലായിരുന്നല്ലോ, അദ്ദേഹം കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ. ഇനി അദ്ദേഹം ഇല്ലെങ്കിൽ നിങ്ങളുടെ CPM-ന്റെ വാദപ്രകാരം ആ വകുപ്പ് വഹിക്കുന്ന സെക്രട്ടറി കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഞങ്ങൾ ആലോചിക്കാത്ത ഒരു ഡ്രൈ ഡേ പിൻവലനത്തെ പറ്റി, ഞങ്ങൾ ആലോചിക്കാത്ത ഒരു മദ്യനയത്തെ പറ്റി നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറയാതിരുന്നത്? അപ്പോൾ വളരെ കൃത്യമാണ്, മദ്യനയത്തിലൂടെ പണം ഉണ്ടാക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ നവകേരള യാത്രയിൽ അടക്കം ഇവർ ഫണ്ട് കളക്ട് ചെയ്തു. നവകേരള യാത്രയിൽ അടക്കം ഇവർ അഡ്വാൻസ് കൈപ്പറ്റി. അതിപ്പോൾ നടപ്പിലാക്കാൻ പറ്റാതെ വരുമ്പോൾ ബാർ മുതലാളിമാർ വിവരങ്ങൾ വിളിച്ചു പറയുന്നു. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു, 10 സെക്കൻഡ്. അനിമോന്റെ ക്രെഡിബിലിറ്റിയെ പറ്റിയായിരുന്നല്ലോ ഇവർ ഇത്ര കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതേ അനിമോനെ വിശ്വസിച്ചാണ് UDF കാലത്ത്, ഇതേ അനിമോന്റെ വാക്ക് കേട്ടാണ് ഇവർ സെക്രട്ടേറിയറ്റ് വലയാനും തിരുവനന്തപുരം മുഴുവൻ കലാപക്കലമാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. അന്ന് ഇതുപോലെ വിളിച്ചു പറഞ്ഞ മറ്റൊരു ബാർ മുതലാളിയുണ്ട്. ആ ബാർ മുതലാളി ഇന്ന് LDF-ലെ ഘടകകക്ഷിയുടെ പാർട്ടി ചെയർമാനാണ്. പിണറായി വെച്ചു കൊടുത്ത കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനവുമായി അദ്ദേഹം സവിസ്തരം വിഹരിക്കുന്നുമുണ്ട്. അപ്പൊ മനസ്സിലാവും ആരാണ് ബാർ മുതലാളിമാരുടെ കൂടെ. ശരി, CR നീലകണ്ഠൻ, ഇതിൽ ഒരു ഗവേണൻസിന്റെ പ്രശ്നമുണ്ട്, ഒരു പോളിസി മേക്കിങ്ങിന്റെ പ്രശ്നമുണ്ട്, മുഴുവൻ ഒരുതരം അവ്യക്തതയാണ്. അതായത് സർക്കാർ അറിയാതെ ചീഫ് സെക്രട്ടറി യോഗം വിളിക്കുന്നു, സർക്കാർ അറിയാതെ ടൂറിസം ഡയറക്ടർ യോഗം വിളിക്കുന്നു, യഥാർത്ഥ ടൂറിസം ഡയറക്ടർ അവധിയിൽ പോകുന്നു, പകരം ചുമതല ഏറ്റെടുക്കുന്നയാൾ യോഗം വിളിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ കാണുകയാണ്. ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയമായ മറുപടി, പൊളിറ്റിക്കൽ മറുപടി സർക്കാരിൽ നിന്നുണ്ടാവേണ്ടതല്ലേ? മന്ത്രിമാർ എന്തെങ്കിലും പറയേണ്ടേ ഇതിൽ, ഇതെന്താണ് സംഭവിച്ചെന്നുള്ളത്? അല്ല, ഒന്നാമത്തെ കാര്യം ഇപ്പൊ നേരത്തെ പറഞ്ഞു, ആരാണ് പോളിസി തീരുമാനിക്കുന്നത് എന്ന ബേസിക് ആയ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യം ഉന്നയിച്ചത്. ഇവിടെ ഇപ്പോൾ അബ്കാരി നയം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും നിർണായകമായി ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട, ഇവിടുത്തെ സാമ്പത്തിക നയത്തിനേക്കാൾ ഒരുപക്ഷെ ബാക്കി എല്ലാ നയങ്ങളെക്കാളും കേരളത്തിൽ എല്ലാ കാലത്തും ചർച്ചയായിട്ടുള്ള ഒന്ന് അബ്കാരി നയമാണ്. നേരത്തെ കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞ ഒരു കാര്യം, LDF-ന്റെ അബ്കാരി നയം രാജ്യത്ത് പരമാവധി ആളുകളെ മദ്യപിക്കുകയും
അതിൽ നിന്ന് കിട്ടാവുന്ന വരുമാനം എടുക്കുകയുമാണ്. അതിന് കേന്ദ്രത്തെ കുറ്റം പറയാം, ആര് വേണി പറയാം. നേരത്തെ പറഞ്ഞല്ലോ, ക്വാറിയും മദ്യവുമാണ് ഈ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളെ നിലനിർത്തുന്നത്. ഞാൻ ഭരണകക്ഷിയെ മാത്രം പറയുന്നില്ല, അതിൽ പ്രതിപക്ഷവും മോശക്കാരൊന്നുമല്ല. അവർ ഭരിക്കുമ്പോൾ ഭരിക്കുമ്പോൾ പ്രതിപക്ഷത്താവുമ്പോൾ കുറയും, അത്രയേ ഉള്ളൂ. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വരുമാനത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് മദ്യവും ക്വാറിയുമാണ്. ക്വാറിയും അതുപോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ്. ഇതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ മദ്യനയം എന്ന് പറയുന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചാവേണ്ടതാണ്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, ഒരു സംസ്ഥാനത്തിൻ്റെ മദ്യനയം തീരുമാനിക്കാൻ ടൂറിസം വകുപ്പിന് എന്താണ് പ്രധാനമായ കാര്യം? ഞാൻ പറഞ്ഞ എക്സൈസ് സെക്രട്ടറി വിളിക്കട്ടെ, എന്തിനാ ടൂറിസം വകുപ്പ് വിളിക്കുന്നത്? അവിടെയാണ് ചോദ്യങ്ങൾക്ക് രണ്ട് മുനയുണ്ട്. ഒന്ന്, ടൂറിസ്റ്റുകൾക്ക് ധാരാളമായി മദ്യം കൊടുത്ത് അങ്ങനെ ടൂറിസം വികസിപ്പിക്കുക എന്ന ലക്ഷ്യമാണോ? രണ്ടാമത്, അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ടൂറിസം മന്ത്രിയും എക്സൈസ് മന്ത്രിയും നോക്കുമ്പോൾ ടൂറിസം മന്ത്രി എക്സൈസ് മന്ത്രിയേക്കാൾ വളരെ കൂടുതൽ അധികാരമുള്ളയാളാണ് എന്ന രാഷ്ട്രീയ പ്രശ്നം അതിവിടെ വരുന്നുണ്ട്. മുമ്പ് മുഖ്യമന്ത്രിയെ വല്ലാതെ അറ്റാക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം ഒന്ന് കരഞ്ഞു പറഞ്ഞതാണ്, എൻ്റെ ഫാദറിൻലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ചീത്ത പറയുമ്പോൾ ഒരു മന്ത്രിമാർ പോലും വന്നിട്ട് ഡിഫെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ മന്ത്രി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ രണ്ടാമത്തെ പ്രശ്നത്തിലേക്ക് ആ പ്രശ്നം തൽക്കാലം ഞാൻ വിടുന്നു. ഇനി ജയേന്ദ്രൻ പറഞ്ഞൊരു കാര്യം, പോളിസിയും ഭരണപരിഷ്കാര നടപടികളും രണ്ട് സംഗതിയാണ്. മദ്യനയം എന്ന് പറയുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ചർച്ച വന്നു എന്നറിയോ? നമ്മുടെ അനിമോൻ്റെ സംഭാഷണമൊക്കെ അവിടെ നിൽക്കട്ടെ. നേരത്തെ കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് നമ്മുടെ മാധ്യമങ്ങളിലുണ്ട്, ഒരാൾ മറുപടി പറയുന്നില്ല. ഇതാണ് നമ്മുടെ ഒരു ടെക്നിക്ക്. അത് ഇവിടെ മാത്രമല്ല, ഇപ്പോൾ കേന്ദ്ര സർക്കാരൊക്കെ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്താ? പൊതുവെ അസ്വീകാര്യമായൊരു കാര്യം സമൂഹത്തിൽ ആകെ അങ്ങ് ഇറക്കി വിടും. എന്നിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്ത് കുറേ ചർച്ച ചെയ്ത് കഴിയുമ്പോൾ നമുക്കും തോന്നും അത് സ്വീകാര്യമാണെന്ന്. അത് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന കാര്യം മുതൽ ഇങ്ങോട്ട് എല്ലാ കാര്യത്തിലും. ഇപ്പം നമുക്ക് സൂര്യനെല്ലി കാലത്തെ പോലെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിനെ കുറിച്ച് നമുക്ക് വലിയ ആദ്യമൊന്നുമില്ല, സർക്കാരിനൊന്നും ഒരു ആധിയില്ല. കാരണം അത് നടക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ ദിവസവും 2-3 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, നമ്മളത് വിടും. സൂര്യനെല്ലി കാലത്ത് അങ്ങനെയായിരുന്നില്ല. അജിംസും ഞാനും ഒക്കെ സാമൂഹ്യ പ്രവർത്തനം തുടങ്ങുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു കാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് നമുക്ക് അയ്യോ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വല്ലാത്ത ടെൻഷനാണ്. അതിൻ്റെ ഇന്നിപ്പോൾ അതൊന്നുമില്ലല്ലോ, കാരണം അതൊരു സാമാന്യവൽക്കരിച്ചു. ഇതേ നയമാണ് ഇപ്പോൾ ബാബറി പള്ളി പൊളിക്കുന്ന കാര്യത്തിലാണെങ്കിലും പൗരത്വ നിയമം നടപ്പാക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. ഇവിടെ വളരെ വിവാദമാകേണ്ട ഒരു നയം വലിയ തോതിൽ സമൂഹത്തിൽ ചർച്ചയ്ക്കിടുകയും അത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയുകയും കുറെ കഴിയുമ്പോൾ അത് ഓൺ ചെയ്യുകയും ചെയ്യും. എനിക്ക് ജയേന്ദ്രനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇങ്ങനൊരു നയം ഇവിടെ ഉണ്ടാവില്ല എന്ന ഉറപ്പെങ്കിലും എന്തുകൊണ്ട്? ഞാൻ സഖാവ് MV ഗോവിന്ദൻ്റെ പത്രസമ്മേളനം ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അങ്ങനെ തീരുമാനിക്കില്ല എന്നല്ല. അപ്പം അങ്ങനെ തീരുമാനിക്കാൻ ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത അതാണ് നയം. ഞങ്ങളങ്ങനെ തീരുമാനിക്കാനൊരു സാധ്യതയുണ്ട്. ആദ്യം ഇതൊന്ന് സമൂഹത്തിലിടുക, എന്നിട്ട് അതിൻ്റെ തർക്കം വരിക. ആ തർക്കം വരുമ്പോൾ കുറേ കഴിയുമ്പോൾ ഇത് സ്വീകാര്യമാവും. കുറേ കഴിയുമ്പോൾ ഇതൊരു വലിയ വിഷയമല്ലാണ്ടാവും. ഇപ്പോൾ 1-ാം തീയതി ഡ്രൈ ഡേ അല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറേ ദിവസമായിലേക്ക് ആയിരുന്നു, എന്തെങ്കിലും ആവട്ടെ എന്ന് പറയും. ഇപ്പോൾ കേരളത്തിൽ അത് വരും. ഇപ്പോൾ 11 മണി എന്നുള്ളത് രാത്രി 12 മണിയാക്കും. IT പാർക്കുകളിൽ മദ്യം കൊടുക്കാൻ പറ്റും. നമുക്കിവിടെ വൈൻ പാർലറുകളിൽ വളരെ പെട്ടെന്ന് മദ്യം കിട്ടാറാക്കി ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. വല്ല പ്രശ്നമുണ്ടായി, ആളുകൾ കുറച്ച് അതും ഇതൊക്കെ പറയാം, അത് കഴിഞ്ഞാൽ വിടും. കാരണം മദ്യം ഞാൻ കാണുന്നത് മദ്യനയം സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ ഒരു ചർച്ച ആ രീതിയിൽ വന്നിട്ടില്ല. ഇനി മദ്യനയം രൂപീകരിക്കുമ്പോൾ എന്തൊക്കെ ഘടകങ്ങൾ എടുക്കണം എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അവിടെയാണ് ഇതിൽ അടിസ്ഥാന പ്രശ്നം. ടൂറിസംകാരുടെ വരവാണോ, സംസ്ഥാനത്തിൻ്റെ വരുമാനമാണോ? അതിനേക്കാൾ കൂടുതലുള്ള പ്രശ്നം അത് സാമൂഹ്യമായി കൂടുതൽ മദ്യത്തിൻ്റെ വ്യാപനം സമൂഹത്തിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നും ഇപ്പോൾ അതെങ്ങനെയാണ് എന്നുമാണോ? ഈ മൂന്നാമത്തെ വിഷയം നമ്മുടെ മദ്യനയത്തിൻ്റെ ചർച്ചയിലേ വരുന്നില്ല. ആദ്യത്തെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ ടൂറിസം ഡയറക്ടർ ചർച്ച ചെയ്യുന്നു. മറ്റൊന്ന് പറയുന്നു കേന്ദ്രം പൈസ തരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണമെന്ന് പറയുന്നു. അങ്ങനെയല്ലാതെ മദ്യം എന്ന് പറയുന്നത് നേരത്തെ പരസ്യത്തിലൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ സാമൂഹ്യമായി മദ്യം ഒരു വിപത്താണ് എന്ന് 2016 ഇതിൽ പറഞ്ഞതുപോലെ, അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ മദ്യത്തിൻ്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരികയാണ് വേണ്ടത് എന്നോ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രഖ്യാപിതമായ പോസിറ്റീവായ ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ചർച്ച ചെയ്യുന്നത്? അവിടെയാണ് പ്രശ്നം. അപ്പോൾ ടൂറിസം മന്ത്രിയാണ് അല്ലെങ്കിൽ ടൂറിസം വകുപ്പാണ് ചർച്ചയ്ക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ആളുകൾ സ്വാഭാവികമായി ചോദിക്കുക, എക്സൈസ് മന്ത്രി അവിടെ? എക്സൈസ് മന്ത്രിയുടെ ജോലിയാണത്. എന്താ ജോലി? ഇതിൻ്റെ സാമൂഹ്യ ഇമ്പാക്റ്റ് പഠിക്കുക എന്നത്. ഒരു മദ്യനയം, ഏത് നയമാകുമ്പോൾ പ്രത്യേകിച്ചും മദ്യനയം നടപ്പാക്കുമ്പോൾ ഇതിൻ്റെ സാമൂഹ്യ ഇമ്പാക്റ്റ് എന്താണ് എന്ന്
പഠിക്കാൻ എക്സൈസ് വകുപ്പിന് ചുമതലയുണ്ട്. അത് ആരൊക്കെ ഉപയോഗിക്കും, ആരൊക്കെ ദുരുപയോഗിക്കും, എങ്ങനെയൊക്കെ അത് കൂടുതൽ വരും, അത് എവിടെയും ചർച്ചയാകുന്നില്ല ജിംസെ. മീഡിയ വേണമെങ്കിലും ഞാൻ പറയുന്നത് ഇതിങ്ങനെ കൂട്ടുന്നത് നല്ലതാണോ, അത് സാമൂഹ്യമായി ശരിയാണോ എന്ന വിഷയത്തിലേക്ക് ചർച്ച വരാതെ ഇത് കൂട്ടിയത് റിയാസാണോ, എം പി രാജേഷാണോ, അതോ പാർട്ടി അറിഞ്ഞിട്ടാണോ, പൈസ മേടിച്ചിട്ടാണോ? നമ്മുടെ നാട്ടിൽ 800 ബാറിൽ കൂടുതൽ കൊണ്ടുവന്ന ഈ ഗവൺമെന്റ് ഒരു പൈസ വാങ്ങിക്കാതെ അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ തലയ്ക്ക് മുകളിലുള്ള ആരും വിശ്വസിക്കില്ലല്ലോ. കേരളത്തിലെ ബാറ് വരുമ്പോൾ അതിന് പൈസ ഉണ്ടാവും. ഇവിടുത്തെ ഒരു ബാറ് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ലെബേറിയസ് ആയൊരു പ്രോസസ്സാണ്. പലരെയും കണ്ട് പലർക്കും പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ബാറ് വരുന്നു എന്നുള്ളത് ഭരണകക്ഷിക്ക് പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിന് കുറച്ചെങ്കിലും വരുമാന മാർഗമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവണം. അപ്പൊ ആ അർത്ഥത്തിലാണ് നമ്മൾ ബാറിനെ നമ്മൾ വല്ലാതെ നിഷ്കളങ്കരായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ LDF മദ്യവർജനം എന്ന് പറഞ്ഞാൽ അത് നേരത്തെ വസന്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ ഘട്ടം ഘട്ടമായി മദ്യനിരോധനത്തിലല്ല എന്ന് കേരളത്തിൽ അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞങ്ങളുടേത് മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് എന്നാണ് അവർ നിരന്തരം ആവർത്തിക്കുന്നത്. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ്. മദ്യവർജനം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ക്വാളിറ്റിയുള്ള മദ്യം മതിയായ വിലയ്ക്ക് കൊടുക്കുക, ആളുകൾക്ക് കുടിക്കുന്നവർ കുടിക്കട്ടെ, കുടിക്കേണ്ടാത്തവർ കുടിക്കണ്ട. ഇനി അതിൻ്റെ അപ്പുറം എക്സൈസ് എന്താണ് വിമുക്തി എന്ന പേരിൽ അഡിക്ഷൻ സെന്റർ തുടങ്ങുക, കുടി നിർത്തണവർക്ക് അവിടെ പോയി കുടി നിർത്താം. ഇതാണ് LDFന്റെ മദ്യനയം. ഇത് ആർക്കാണ് മനസ്സിലാവാത്തത്? അല്ലല്ല, ഞാൻ നിഷ്കളങ്കായിട്ട് പറഞ്ഞതല്ല ജിംസെ. എൻ്റെ ചോദ്യം അതല്ല. അതായത് ഇങ്ങനൊരു മദ്യനയത്തിലൊരു മാറ്റം വരുമ്പോൾ, ആരോഗ്യ നയത്തിലൊരു മാറ്റം വരുമ്പോൾ, വിദ്യാഭ്യാസ നയത്തിലൊരു മാറ്റം വരുമ്പോൾ അത് സമൂഹത്തിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന ചർച്ചയെ നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നു. അവിടെയാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് ചെയ്യാം. കാരണം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരോട് പണം കൂടുതൽ ഉണ്ടാക്കാൻ എന്താ വഴി? അത് മദ്യമാവാം, കോറിയാവാം, വേറെ എന്തെങ്കിലും ആവാം. ഇപ്പോൾ നമുക്ക് പ്രളയം വന്നാൽ എന്താ, ഉരുൾപൊട്ടിയാൽ എന്താ, ആർക്കാ കുഴപ്പം? ഉരുൾപൊട്ടിയാലും പ്രളയം വന്നാലും മുങ്ങിപ്പോയാലും ആർക്കാ പ്രശ്നം? അതൊക്കെ വേറെ കാര്യം. നമുക്ക് കാശുണ്ടാവണം, അത് സർക്കാരിന് കാശുണ്ടാവണം, രാഷ്ട്രീയ പാർട്ടികൾക്ക് കാശുണ്ടാവണം. അത് ഫോക്കസ് ചെയ്ത്, അതാണ് പോളിസിയുടെ പ്രയോറിറ്റി. കൂടുതൽ ടൂറിസ്റ്റുകൾ വരണം, കൂടുതൽ ടൂറിസ്റ്റുകൾ വരുമ്പോൾ കൂടുതൽ ടൂറിസം വികസിക്കും. ടൂറിസ്റ്റ് വരാൻ കേരളം ഉണ്ടാവും എന്നുള്ള ചോദ്യം ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. അതവിടെ നിൽക്കട്ടെ, പ്രശ്നം അതല്ല. അല്ലാതെ പോസിറ്റീവായ തങ്ങൾ പ്രഖ്യാപിച്ച നയം മാത്രമല്ല, ഏതെങ്കിലും അർത്ഥത്തിൽ ഈ നയം സമൂഹത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും. അല്ലെങ്കിൽ പറയേണ്ട ഒരു കാര്യം, സഖാവ് MP ഗോവിന്ദൻ അടക്കമുള്ള, ഇപ്പോൾ ജയേന്ദ്രൻ പാർട്ടിയുടെ സഹയാത്രികനാണ്, പോട്ടെ, ഔദ്യോഗികമായി പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഞങ്ങൾ നടപ്പാക്കാനേ പോകുന്നില്ല. ആരോ വെറുതെ എവിടെ ഇരുന്നോ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇത് ഞങ്ങൾ നടപ്പാക്കില്ല, ഇത് ഞങ്ങളുടെ നയമല്ല എന്നൊരു വാക്ക് ഇവരുടെ ആരുടെങ്കിലും വായെന്ന് വന്നോ? MP ഗോവിന്ദന്റെ പോലും ഞാൻ കേട്ടില്ല അങ്ങനെ പറഞ്ഞത്. ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞതേ എങ്ങനെ ആയിക്കോട്ടെ, ശ്രീ ജയചന്ദ്രന് പറയാം. പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇത് സ്വീകാര്യമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. ആ തന്ത്രം അതപ്പോൾ അത് തന്നെയാണ് എൻ്റെ പ്രശ്നം. അത് ഇവിടെയുള്ള സാമൂഹ്യമായ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം വളരെ തന്ത്രപരമായി നടപ്പാക്കിയെടുക്കാൻ അതിൻ്റെ വരുമാനം ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അതിലിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ കെട്ടിട ഫണ്ടാണോ മറ്റേ ഫണ്ടാണോ എന്നൊക്കെ, അതൊക്കെ ഇപ്പോൾ ക്ലാരിഫൈ ചെയ്തല്ലോ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരു കോടി രൂപ ഇവിടെ ഇപ്പൊ രണ്ട് കാര്യത്തിലാണ് നയപരമായ തീരുമാനങ്ങൾ മാറുന്നത്. രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, ഈ ഡ്രൈ ഡേ ഒഴിവാക്കുന്നതുകൊണ്ട് സർക്കാരിന് കുറെ ലാഭം ഉണ്ടാകും, അതുകൊണ്ട് ആളുകൾ കൂടുതൽ കുടിക്കും. അതേക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ പ്രതിപക്ഷത്തിനൊന്നും അതൊരു വലിയ വിഷയമല്ല. പക്ഷേ ഈ IT പാർക്കിൽ എന്തിനാണ് മദ്യശാല എന്നൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായും IT തൊഴിലാളികളെങ്കിലും ഉദ്ദേശിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് ജോലി ചെയ്യണ്ടേ, ഞങ്ങളെ കുടിപ്പിച്ച് കിടത്താനാണോ സർക്കാർ ചെയ്യുന്നത്? IT തൊഴിലാളികളും ചോദിക്കേണ്ടതാണ്. അല്ല, അവിടെയാണ് ഞാൻ ചോദിച്ചത്. ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഏതോ ആവട്ടെ, രാത്രി 12 മണിയാക്കുന്നതോ ഡ്രൈ ഡേ ആക്കുന്നതോ, ഇതുകൊണ്ട് ആ വിഭാഗത്തിനുണ്ടാകുന്ന സാമൂഹ്യമായ വ്യതിയാനം അല്ലെങ്കിൽ ഗുണം ദോഷം അത് എവിടെയെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? പ്രതിപക്ഷമായാലും ആരായാലും. ഞാൻ പറയുന്നത് ഈ നയം നടപ്പാക്കുന്നവരോ അതിനെപ്പറ്റി ചിന്തിക്കുന്നവരോ ഇല്ല എന്ന് പറയുന്നവരോ ഇല്ല എന്ന് മാത്രവുമല്ല, ഇത് നടപ്പാക്കില്ല എന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയമായോ ഔദ്യോഗികമായോ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. നടപ്പാക്കാൻ തന്നെയാണ് പോകുന്നത്. ഞാൻ അതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നയരൂപീകരണത്തിന്റെ മുൻഗണന സാമൂഹ്യമല്ല, സാമ്പത്തികവും അഴിമതിയും സ്വാർത്ഥതയും ഒക്കെയാണ്. അതാ പറഞ്ഞ ക്വാറിയുടെ കാര്യത്തിലും നിർമ്മാണത്തിന്റെ കാര്യത്തിലും ബാറിന്റെ കാര്യത്തിലും ഒക്കെ സ്വാർത്ഥതയും ഈ പറഞ്ഞ മാതിരിയുള്ള വിനാശകരമാണ്. സാമൂഹിക വിനാശകരമാണ്, പാരിസ്ഥിതിക വിനാശകരമാണ്. അതുകൊണ്ടാണ് ചർച്ച രീതിയിൽ വരാത്തത്. അജിംസെ, ഞാൻ പറയുന്നത് മീഡിയ വേണമെങ്കിലും ആ ചർച്ചയാണ് കൊണ്ടുവരേണ്ടത്.
ഇതിന്റെ ഇമ്പാക്റ്റ് എന്താണ്? ഇത് ചെയ്യില്ല എന്ന് ഇവർ പറയുമോ? ഈ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിൽ ഇപ്പൊ ബാർക്കോഴയുടെ 1-ാം ബാർക്കോഴയുടെ നമുക്കറിയില്ലേ, മാണിയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു. ഇപ്പൊ മാണിയുടെ മകൻ അവിടെ ഇരുന്ന് മന്ത്രിസഭയിൽ കൂടെ ഇരിക്കുക ഇടതുപക്ഷത്ത്. മാണിയെപ്പറ്റി എന്തൊക്കെ പറഞ്ഞതാണ് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത്. ആ മാണിയെപ്പറ്റി ഇപ്പൊ എന്തെങ്കിലും പറയാൻ ജയചന്ദ്രനോ CPM-ന്റെ ആർക്കെങ്കിലും കഴിയോ? മാണി കോഴമാണിയാണോ? കരിങ്കോഴമാണിയാണോ? മാണി ബൈബിള് ലംഘിച്ചിട്ടുണ്ടോ? മാണി കണ്ടാമൃഗമാണോ? ഇതൊക്കെ പറഞ്ഞതല്ലേ. ഇപ്പൊ അതൊക്കെ പറയാൻ പറ്റുമോ? അതിലാകെ നിലനിൽക്കുന്ന ഞാൻ മനസ്സിലാക്കുന്ന ഒരു കേസ് നിയമസഭ ആക്രമിച്ച ഒരു ക്രിമിനൽ കേസ് മാത്രമാണ് ഇപ്പോൾ ബാർക്കോഴയിൽ. ബാബുവിന്റെ പേരിൽ കേസ് ഉണ്ടോ എന്ന് പറഞ്ഞു എനിക്കറിയില്ല. ഏതായാലും നിയമസഭ ആക്രമിച്ച ഒരു കേസ് ഇപ്പോഴും ഉണ്ട് ബാർക്കോഴയില്. മാണി ബജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ നാണം എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ? അപ്പൊ അതൊന്നും നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട. നമ്മൾ പരിഗണിക്കേണ്ടത് ഇതിന്റെ ഇമ്പാക്റ്റ് ആണ്. ശരി, ഞാൻ മടങ്ങി വരാം അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന്. ശരിയുടെ വിളയ്ക്ക് ശേഷം അതിഥികളിലേക്ക് തിരികെ. ശ്രീ M. ജയചന്ദ്രൻ, ഇവിടെ CR നീലകണ്ഠൻ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം ഈ പോളിസിയുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ചില ചോദ്യങ്ങളാണ്. പക്ഷേ ആ ചോദ്യങ്ങൾ ചർച്ചയാവാത്തത് എന്ത് എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമായി എനിക്ക് തോന്നുന്നൊരു കാര്യം, അത്തരം ചർച്ചകൾക്ക് പ്രസക്തിയില്ലാത്ത ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിലുള്ളത്. അതിപ്പോൾ പാറമടകളുടെ ദൂരപരിധി 50 മീറ്റർ ആകുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിലും, ഈ പറയുന്നത് പോലെ IT പാർക്കുകളിൽ മദ്യം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിലും, ഏത് തരത്തിൽ അങ്ങനെ ഒരു പോളിസി ഡിസ്കഷൻ സർക്കാർ തന്നെ അങ്ങനെ ഒരു കൺസൾട്ടേഷൻ നടത്തുന്നില്ല. ബന്ധപ്പെട്ടവരിൽ നിന്ന് കൺസൾട്ടേഷൻ നടത്തിയൊന്നുമല്ല പാറമടയുടെ ദൂരം 100 മീറ്ററിൽ നിന്ന് 50 മീറ്റർ ആക്കിയത്. ബാറുകൾ തുറക്കാനെടുത്ത തീരുമാനം പോലും പൊതുജനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിന്നോ അഭിപ്രായം ശേഖരിച്ചിട്ടല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഒരു രാഷ്ട്രീയ സംസ്കാരവും ശൈലിയും കേരളത്തിൽ കുറേ നാളായിട്ടേ ഇല്ല. അങ്ങനെ ഒരു കൺസൾട്ടേഷൻ നടന്നതായിട്ട് നമുക്കറിയില്ല. അതുകൊണ്ടാണ് അത് ചർച്ചയാവാത്തതായിരിക്കും. പക്ഷേ ഇവിടെ LDF-ന് ഒരു പോളിസി ഉണ്ടാവണ്ടേ ഈ മദ്യനയത്തിൽ? LDF-ന്റെ പോളിസി എന്താണ് എന്നതിനെക്കുറിച്ച് പാർട്ടി സെക്രട്ടറി പോലും പറയാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ അജിംസിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതിനും അജിംസെ, ഇപ്പോൾ ശ്രീ വസന്ത് ശ്രീയക്കും ശ്രീ CR നീലകണ്ഠനും പറഞ്ഞ കാര്യങ്ങൾ കൂടെ മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ, അതും കൂടെ പറയണമല്ലോ. അപ്പോൾ അതുകൂടെ ചേർത്ത് ഞാൻ മറുപടി പറയുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന ഡ്രൈ ഡേ എന്ന് പറയുന്ന വാസ്തവത്തിൽ എന്താണ് അജിംസെ? ഈ കേരളത്തിൽ എല്ലാ മാസവും ആദ്യത്തെ ദിവസമുള്ള ഡ്രൈ ഡേ 12 എണ്ണമാണ് ഒരു വർഷത്തിൽ. അല്ലാത്ത ഡ്രൈ ഡേ 7 എണ്ണവും 19 എണ്ണമാണ് ഉള്ളത്. ഈ 12 ദിവസത്തെ ആണല്ലോ പ്രധാനമായിട്ട് കാര്യം പറയുന്നത്. എവിടുന്നാണ് ഈ ഡ്രൈ ഡേ വന്നത്? ഈ മാസത്തിലെ ആദ്യ ദിവസം അത് വരുന്നത് ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശ പ്രകാരമാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഈ ഡ്രൈ ഡേ കൊണ്ടുവരുന്നത്. അന്നത്തെ കൺസെപ്റ്റ്, ആ റിപ്പോർട്ടിൽ തന്നെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് 1-ാം തീയതിയാണ് ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നത്. അപ്പോൾ അന്ന് ഓവർ സ്പെൻഡിങ് ആണ് മദ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതെന്നൊരു കണ്ടുപിടുത്തമാണ് ഉദയഭാനു കമ്മീഷൻ്റെ. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ഈ സാമൂഹ്യമായ ഒരു ഉത്തരവാദിത്വത്തിലും ധാർമ്മികമായ പ്രേരണയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡ്രൈ ഡേ എന്നുള്ളതാണ് അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന ആശയം. അത് സർക്കാർ അംഗീകരിക്കുന്നു. അങ്ങനെയാണ് ഡ്രൈ ഡേ വരുന്നത്. പക്ഷേ ഇന്നെഫക്റ്റ് എന്താണ് വരുന്നത്? ഡ്രൈ ഡേയുടെ തലേ ദിവസം തന്നെ ആൾക്കാരെല്ലാം മദ്യം വാങ്ങിച്ചു വെക്കുന്നു. ഡ്രൈ ഡേയിൽ വാങ്ങിക്കാൻ പറ്റാത്തവർക്ക്, തലേദിവസം വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഡ്രൈ ഡേയിൽ കൂടുതൽ പണം കൊടുത്ത് ബ്ലാക്കിൽ മദ്യം കിട്ടുന്നു. അതാണല്ലോ അവസ്ഥ. അന്ന് മുതൽ ഇന്ന് വരെ അത് തന്നെയാണ് അവസ്ഥ. പക്ഷേ ഈ ഹോട്ടലിയേഴ്സിന്, ഹോട്ടൽ വ്യവസായം നടത്തുന്നവർക്ക് ഇല്ല. ജയചന്ദ്രൻ തുടരും. വസന്ത് ഞാൻ കയ്യിലേക്ക് വരാം. അത് ഒരു സർക്കാരിൻ്റെ അല്ല, എല്ലാ സർക്കാരിൻ്റെയും പരാജയമാണെന്ന് പറയൂ. എല്ലാ സർക്കാരിൻ്റെയും പരാജയമാണെന്ന് പറയും, ഒരു സർക്കാരിൻ്റെ അല്ലല്ലോ. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ മുതലുള്ള പരാജയമാണെന്നോട് പറയണ്ടേ? അല്ല, അപ്പോൾ ഇത് അങ്ങനെ വരുമ്പോഴത്തേക്ക് സംഭവിച്ചത് ഈ ഡ്രൈ ഡേയിൽ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ, നല്ല മദ്യം കിട്ടുന്നുണ്ട്, നിൽക്കൂ, മദ്യം കിട്ടുന്നുണ്ട് ഈ ഡ്രൈ ഡേയിലും. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡ്രൈ ഡേയിൽ മദ്യപിച്ചാൽ അത് സീരിയസ് ഒഫൻസാണ്. ജാമ്യം കിട്ടാത്ത തരത്തിലുള്ള കുറ്റമായി തന്നെ പോലീസിന് അല്ലെങ്കിൽ എക്സൈസിന് അത് ചാർജ് ചെയ്യാൻ പറ്റുന്ന കുറ്റമായി നിലനിൽക്കുന്നു. അതാണ് ഹൗസ് ബോട്ട് ഉടമകൾക്ക്, ഹോട്ടലിയേഴ്സിന് ഒക്കെ പ്രശ്നമായി ഓരോ മാറി മാറി വരുന്ന സർക്കാരുകളുടെ കാലത്ത് തന്നെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഈ പ്രശ്നം വന്നിരുന്നു, ചർച്ചയിൽ വന്നിരുന്നു. അതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡ്രൈ ഡേ എന്തിനാണ് ഇങ്ങനെ നടത്തുന്നത്? അതൊരു കുറ്റകരമായ ദിവസമായി തന്നെയാണ് അന്ന് മദ്യപിക്കുന്നവരെ സംബന്ധിച്ച് ഉള്ള അവസ്ഥ. അതിന് അവർക്ക് മാത്രമല്ല, അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഈ പറയുന്ന ഹൗസ് ബോട്ടുകൾ, ഹോട്ടലിയേഴ്സ് ഒക്കെ അതിൻ്റെ പിന്നാലെ പോകേണ്ടി വരുന്നുണ്ട്. അതാണ് ഒരു കാര്യം. അത്ര ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. കാര്യം അത് വിശദമായി പറയേണ്ട വിഷയമാണെങ്കിലും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുന്നു. പിന്നെ മറ്റൊന്ന് വസന്ത് പറഞ്ഞ വളരെ അമ്പരപ്പിക്കുന്നൊരു വക്രീകരണം ഉണ്ടല്ലോ. 29 ബാറുകളായി ഉമ്മൻചാണ്ടി സർക്കാർ ഒതുക്കി എന്നുള്ള അതിഭയങ്കരമായ ഒരു നുണ, എന്നിട്ട് പൊതിഞ്ഞു പിടിക്കുകയാണ് നുണ. എന്താണ് വസ്തുത? VM സുധീരൻ പ്രസിഡന്റ്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. ആ കാലം ഓർക്കുന്നില്ലേ വസന്ത്? ഇതിനേക്കാളും ചെറിയ പ്രായത്തിലുള്ള യുവാവായിരിക്കുമല്ലോ, KSU പ്രായമായിരിക്കുമല്ലോ. അന്ന് 412 ബാറുകളാണ്
യോഗ്യതയില്ലാത്തതിനാൽ ഇനി പിന്നെ കൊടുക്കാൻ കഴിയില്ല എന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ ചില ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ചും ബാർ ഉടമ സംഘങ്ങളുമായിട്ടുള്ള അവരുടെ അസോസിയേഷനുമായിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ആ തുറന്നു കൊടുക്കാൻ ഉമ്മൻചാണ്ടി തീരുമാനിക്കുന്നു. പക്ഷേ KPCC പ്രസിഡന്റായ സുധീരൻ രൂക്ഷമായി ഉടക്കിടുന്നു. അങ്ങനെയാണെങ്കിൽ ആകെ 730 ബാറാണുള്ളത്. അപ്പോൾ ഈ 412 മാത്രമല്ല, മറ്റേ 318 കൂടെ ഞാൻ ദാ പൂട്ടുന്നു എന്ന് ഉമ്മൻചാണ്ടി. അങ്ങനെയാണല്ലോ പൂട്ടുന്നത്. ആ വസ്തുത തന്ത്രപൂർവ്വം കൗശലപൂർവ്വം മറച്ചു വെച്ചിട്ട് 29 ബാർ മാത്രമായി അവതരിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാർ, ഞങ്ങൾ പിന്നെ ഈ മദ്യനിരോധനം തന്നെ നടപ്പിലാക്കിയ വളരെ മഹത്തായ മാതൃക കാട്ടിയ സർക്കാരാണ് എന്നൊക്കെ ഇപ്പോൾ ഇവിടുന്ന് പറയുമ്പോൾ, വസന്തേ, താങ്കൾക്ക് അതിൽ യാതൊരു തരത്തിലുള്ള പിന്നെ ഈ ഒരു കുറ്റബോധം എന്ന് ഞാൻ പറയില്ല, പക്ഷെ രാഷ്ട്രീയ ധാർമ്മികത ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? സുധീരനൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറല്ലേ മരിച്ചുള്ളൂ. സുധീരനൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുകയല്ലേ. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഈ പൊതിഞ്ഞു പിടിച്ച നുണകൾ എന്തിനാണ് ഈ സമൂഹത്തിൽ വിളമ്പുന്നത്? നമുക്കറിയാം എന്തുകൊണ്ടാണ് ആ സംഭവം ഉണ്ടായെന്നുള്ള എല്ലാവർക്കും അറിയാം. അതിനുശേഷം പിന്നീട് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ അന്ന് 730 ആണെങ്കിൽ ഇപ്പോൾ 793 മറ്റോ ആയിട്ടുണ്ട്. അത്ര ആയിട്ടുണ്ട്. അത് പിന്നെ മറ്റൊരു സംഗതിയാണ്, മറ്റൊരു ഇഷ്യൂ ആണ്. ഞാനിത് 29 എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണത് പറയാൻ തയ്യാറായത് കേട്ടോ. പിന്നെ CR പറഞ്ഞ കാര്യം, ഈ പിന്നെ എന്താണ് ഇത് തങ്ങളിത് ചെയ്യില്ല എന്ന് LDF നേതാക്കൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന്. അത് ഞാൻ പറഞ്ഞില്ലേ CR, ഞാൻ മുമ്പേ പറഞ്ഞു, ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞ ഉദാഹരണം ഇതായിരുന്നു. ഏതാ പിന്നെ K മുരളീധരൻ ഉമ്മൻചാണ്ടിയോട് ചോദിച്ച ചോദ്യം, അതായിരുന്നല്ലോ ഞാൻ പറഞ്ഞ INGയുടെ കാര്യത്തിൽ. അത് 2013 ആ വിഷയം നടക്കുന്നു. 2014 ജൂണിലെ നിയമസഭാ സമ്മേളനത്തിലാണ് ഈ വിഷയം പിന്നെ മുഖ്യമന്ത്രി മറുപടി പറയുന്നത്. ചോദ്യം നേരത്തെ ഉണ്ട്, പക്ഷെ മറുപടി എപ്പോഴാണ് വരുന്നത്? അപ്പോൾ അത് 1 വർഷം കഴിഞ്ഞാണ് മറുപടി പറയുന്നത്. ഇതിപ്പോൾ താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിലും പിന്നെ അജിംസ് പറയുന്നതനുസരിച്ചാണെങ്കിലും പൊതുവായിട്ടുള്ള വിമർശനങ്ങളാണെങ്കിലും ഇപ്പോഴാണ് അടുത്ത ദിവസങ്ങളിലും ആഴ്ചകളിലും മാസങ്ങളിലും ഒക്കെ ആയിട്ടാണ് രൂപപ്പെട്ടത് ഈ ചർച്ചകളൊക്കെ, ഈ മീറ്റിങ്ങുകളൊക്കെ നടന്നതായി പറയുന്നത്. ജൂൺ 10 നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണല്ലോ. അതിൻ്റെ അജണ്ടയാണല്ലോ ഇപ്പോൾ പ്രതിപക്ഷം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ മറുപടി സ്വാഭാവികമായിട്ടും നിയമസഭയിൽ വരും. ചോദ്യങ്ങൾ അറിയാമല്ലോ, സർക്കാരിന്റെ മറുപടി നിയമസഭയിൽ പറയണം. അങ്ങനെ മറുപടി പറയാത്ത ഒരു വർഷമായിട്ട് മറുപടി പറയാത്ത ഒരു ചോദ്യമുണ്ട്. അത് ഈ മുമ്പ് ഇവിടെ ടേൺ ഓവർ ടാക്സിനെ കുറിച്ച് വസന്ത് തെങ്ങുപള്ളി പറഞ്ഞതാണ്. ടേൺ ഓവർ ടാക്സിനെ കുറിച്ച് മന്ത്രി KN ബാലഗോപാലിനോട് 1 വർഷം മുമ്പുള്ള ചോദ്യത്തിന് ഇപ്പോഴും മറുപടി കിട്ടിയിട്ടില്ല. സ്പീക്കർ ശാസിച്ചിട്ട് പോലും ആ മറുപടി കിട്ടിയിട്ടില്ല. അപ്പോൾ സർക്കാർ മറുപടി പറയും അസംബ്ലിയിൽ എന്ന് പറയുന്നതും ഒരു പ്രഹേളികയായി തുടരുകയാണ്. ഞങ്ങളിലേക്ക് വരാം. ശ്രീ വസന്ത് തെങ്ങുപള്ളി, പോളിസി പ്രശ്നമാണ് എന്ന് നിങ്ങൾ ഈ അഴിമതിയിൽ മാത്രം ഒന്നും എന്തുകൊണ്ടാണ്? ഇതിനൊരു പോളിസി പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങൾ മദ്യനിരോധനത്തിന്റെ ആൾക്കാരല്ലേ? അല്ല, ഒരു സംശയമില്ല, പോളിസിയും പ്രശ്നമാണ്. അജിംസ്, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയത്തിൽ ഏറ്റവും പെട്ടെന്ന് ഒരു അഴിമതി ആരോപണം വരുമ്പോൾ അതൊരു ബോംബാണ്. ആ ബോംബിനെ കൃത്യമായി ഉപയോഗിക്കുക. ഈ പ്രതിപക്ഷത്ത് CPM ആണെങ്കിലും BJP ആണെങ്കിലും ജനതാദളാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും അത് ചെയ്യും. അത് തന്നെയാണ് കോൺഗ്രസും ചെയ്യുന്നത്. നോക്കൂ, 2-3 കാര്യങ്ങൾക്ക് ഉത്തരവുണ്ട്. ഒന്ന്, ശ്രീ MJ പറഞ്ഞത്, അദ്ദേഹം പറയാണ് കോൺഗ്രസിനുള്ളിലെ ചില ഗോത്ര പോരുകളുടെ പേരിലാണ് അന്ന് 700 പരം ബാറുകൾ ഉണ്ടായിരുന്നത് 400 പരം ബാറുകൾ അതിന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പൂട്ടാൻ തീരുമാനിക്കും. അങ്ങനെ പൂട്ടാൻ തീരുമാനിക്കുമ്പോൾ സർക്കാരിനോട് അന്നത്തെ PCC അധ്യക്ഷൻ പറയുന്നു പറ്റില്ല, അതായത് തുറക്കാൻ പോകുന്നു, പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ സർക്കാർ തീരുമാനിക്കുന്നു, അതായത് അന്നത്തെ പാർലമെന്ററി പാർട്ടി ലീഡർ, അത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്, അദ്ദേഹം തീരുമാനിക്കുന്നു മുഴുവൻ ഞാൻ അങ്ങ് പൂട്ടാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അന്നത്തെ സർക്കാർ MJ പറഞ്ഞ പ്രകാരം 412 ബാറുകൾക്ക് തുടരാനുള്ള സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യുന്നില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതിന്റെ പുറത്താണല്ലോ, ഏത് ഗോത്രപ്പോരിന്റെ പുറത്താണെങ്കിലും അത് പൂട്ടിയത് അതിന്റെ പുറത്താണല്ലോ. അതുമായി ബന്ധപ്പെട്ട് എത്രയോ കോടതി വ്യവഹാരങ്ങൾ ബാർ ഉടമകളുടെ വകയുണ്ട്. എന്തുകൊണ്ടാണ് കോടതി നേരിട്ട് ഇടപെട്ട് അതൊക്കെ തുറന്നു കൊടുത്തേക്ക്? സർക്കാരിന്റെ പോളിസി ഡിസിഷൻ ശരിയല്ല, സർക്കാർ പറയുന്നത് പോലെയുള്ള സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് അത് തുറന്നു കൊടുത്തേക്ക് ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, അന്ന് ബാക്കിയെല്ലാം ഗ്രൂപ്പ് പോരിന്റെ പുറത്തുള്ള പൂട്ടിയതെല്ലാം പോട്ടെ, അന്ന് ശ്രീ MJ പറയുന്ന പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാത്തതിന്റെ പുറത്ത് പൂട്ടിയ ബാറുകൾ ഇപ്പോൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടോ ശ്രീ MJ? അങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാവാൻ അങ്ങനെ തുറന്നു കൊടുക്കുകയാണല്ലോ സർക്കാർ ചെയ്തത്, LDF ഗവൺമെന്റ് ചെയ്തത്. അങ്ങനെ തുറന്നു കൊടുക്കാൻ വേണ്ടി മുന്നൊരുക്കം നടത്തുന്നതിന് മുമ്പ് അവർ UDF കാലത്തേക്കാൾ
അല്ല ഞാൻ രണ്ട് ചോദ്യമുണ്ട്, അങ്ങനെ ചേർത്തുത്തരം പറഞ്ഞോളൂ, ഞാൻ അതിന് ശേഷം വഴങ്ങാം. കേൾക്കൂ. അവസാനിപ്പിക്കും എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ അത് തുറന്നു കൊടുക്കുന്നത്? ഒന്ന്. രണ്ട്, നിങ്ങൾ പറയുന്നു മദ്യവർജനം. ഞാൻ ചോദിക്കട്ടെ, അല്ല 28 ബാറിലേക്ക് ഒതുക്കിയത് ഞങ്ങളുടെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമാണ് എന്നങ്ങ് പറയുന്നു. എന്തിന്റെയും ആയിക്കോട്ടെ, UDF ഗവൺമെന്റ് ഇറങ്ങി പോകുമ്പോൾ ഇവിടെ 28 ബാർ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് 28 ബാർ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റിനെ നോക്കി നിങ്ങളുടെ പരസ്യ ഏജൻസികൾ, നിങ്ങളുടെ PR ഏജൻസികൾ, നിങ്ങളുടെ അജണ്ട ക്രിയേറ്റേഴ്സ്, നിങ്ങളുടെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ തുറക്കുന്നത് ബാറല്ല, ഞങ്ങൾ തുറക്കുന്നത് ബാറല്ല എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് നിങ്ങൾ 900-ൽ പരം ബാറുകളിലേക്ക് അത് ഉയർത്തിയില്ലേ? ഇനി എല്ലാം പോട്ടെ, UDF കാലത്ത് 700-ൽ പരം ബാറുകൾ ഉണ്ടായിരുന്നത് ഇന്ന് 900-ആയി. 200-ൽ പരം ബാറുകൾ നിങ്ങൾ കൂടുതലാക്കിയില്ലേ? അത്രയും ആക്കിയിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ബാർ ഉടമകളിൽ നിന്ന് സർക്കാരിന് കിട്ടേണ്ട പണം, ഇതിൽ ഏതെങ്കിലും ഒരു ഗുണം ഉണ്ടാവണ്ടേ? കുടിക്കുന്നവർ കുടിച്ച് നശിച്ചു പോകുന്നു, ആ വഴി പോകുന്നു, ആ വകയിൽ സർക്കാരിന് വരുമാനം ഉണ്ടാകും എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെ സർക്കാരിന് ഉണ്ടാവേണ്ട വരുമാനം പിടിച്ചെടുക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറ്റാത്തത്? രണ്ടാമത്തെ ഒരു കാര്യം കൂടി, വിമുക്തി എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതിയുമായിട്ടാണല്ലോ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്. വിമുക്തിയാണ് ഞങ്ങൾ, ഇതാ നോക്കൂ, ഞങ്ങൾ മദ്യവർജനത്തിന്റെ ആൾക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾ വിമുക്തി നടപ്പിലാക്കുന്നു എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ ശ്രീ MJ, നിങ്ങളുടെ ഗവൺമെന്റ് വിമുക്തിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് 110 കോടി രൂപയാണ്. അതിൽ 85 കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയുമോ? പരസ്യം കൊടുക്കാൻ. ദേശാഭിമാനിക്കും കൈരളിക്കും കൂടെ പരസ്യം കൊടുക്കാൻ മാത്രം 85 കോടി രൂപ മാറ്റിവെച്ചു. ഇതാണോ നിങ്ങളുടെ മദ്യവർജനം? സർക്കാരിനും സർക്കാരിന്റെ പാർട്ടിയുടെ മാധ്യമ ഏജൻസികൾക്കും പരസ്യം കൊടുക്കുന്നതാണോ നിങ്ങളുടെ മദ്യവർജനം? ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങളുടെ വിമുക്തിയുടെ ഭാഗമായി മദ്യവർജനം ഒഴിവാക്കി ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? ചീഫ് സെക്രട്ടറി 15,000 കോടി രൂപ ഇതാ ഡ്രൈ ഡേ മാറ്റിയാൽ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായും ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി കാണുമല്ലോ. അതിന്റെ പുറത്താണല്ലോ നിങ്ങൾ അടക്കമുള്ള ഈ വാദം പറയുന്നത്. എന്തുകൊണ്ടാണ് സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി നടത്താത്തത്? ഏത് പോളിസി ഡിസിഷനും ഏത് ഗവൺമെന്റും നടത്തുന്നതിന് മുമ്പ് സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തിയേ മതിയാകൂ. അങ്ങനെ നടത്തിയ ഒരു സ്റ്റഡിയെ പറ്റിയാണ് ശ്രീ MJ നേരത്തെ പറഞ്ഞത്. UDF കാലത്ത് അതിന്റെ പുറത്താണ് ഡ്രൈ ഡേ ഇംപ്ലിമെന്റ് ചെയ്തത്. എന്ത് സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡിയാണ് ഇതുമായി ബന്ധപ്പെട്ട്? ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിൽ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഇത്രയാണ്, 15,000 കോടി കിട്ടും എന്ന് കൊട്ടിഘോഷിക്കുന്ന ചീഫ് സെക്രട്ടറിയും ആ ചീഫ് സെക്രട്ടറിയുടെ മേൽ നിയന്ത്രണമുണ്ടെന്ന് ഞങ്ങൾ പറയുന്ന മന്ത്രിമാരും ഇല്ലെന്ന് നിങ്ങൾ പറയുന്ന മന്ത്രിമാരും, അവർ എന്ത് സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്? അങ്ങനെ നടത്തിയിട്ടുണ്ടോ ഇല്ലേ? ശരി, ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ഇതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളായി നാം കേൾക്കുന്നത് ബെവ്കോ നഷ്ടത്തിലാണ് എന്നാണ്. അതായത് ആളുകളുടെ മദ്യ ഉപഭോഗം കുറയുന്നതാണോ ഈ നഷ്ടത്തിലാവാൻ കാരണം? മറ്റൊരു ചോദ്യം, പുതിയ തലമുറ മദ്യം ഉപേക്ഷിച്ച പകരം മയക്കുമരുന്നിലേക്ക് കുടിയേറുകയാണ്. അപ്പോൾ ഈ മയക്കുമരുന്നിലേക്ക് കുടിയേറുന്നവരെ തിരികെ മദ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കുമോ ഈ നയത്തിൻ്റെ ഒരു ഉദ്ദേശം? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഒന്നാമത്തെ കാര്യം, വെബ്കോ എന്ന് പറയുന്നത് കൊള്ളയാണ്, കൊള്ള. അത് അഴിമതിയാണ്, ട്രേഡ് യൂണിയൻ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ അഴിമതിയാണ്. അല്ലെങ്കിൽ 50 രൂപയുടെ മദ്യം 500 രൂപയ്ക്ക് വാങ്ങി വിറ്റിട്ട് ഒരു കോർപ്പറേഷൻ നഷ്ടത്തിലാവുക എന്ന് പറഞ്ഞാൽ പൊതുമേഖലയുടെ വലിയൊരു തെളിവാണല്ലോ വെബ്കോ. അതിന് ഒരു സംശയവും വേണ്ട. അത് വലിയ തോതിലുള്ള അഴിമതിയാണ്, വലിയ തോതിലുള്ള വെട്ടിപ്പാണ്. ഇപ്പോൾ ബാറുകളുടെ കാര്യം പറഞ്ഞില്ലേ, ബാറ് കൊടുക്കുന്ന കണക്കാണ് ഇവർ വിശ്വസിക്കണേ. ബാറ് കൊടുക്കുന്ന ഇത്ര കേസ് മദ്യം വിറ്റിട്ടുള്ളൂ എന്ന്. നമ്മുടെ ബാറുകളിൽ ഈ ബിവറേജസ് കോർപ്പറേഷൻ അംഗീകരിക്കുന്ന മദ്യത്തിൻ്റെ ഇരട്ടിയെങ്കിലും അവർ കള്ളമദ്യം വിൽക്കുന്നുണ്ട്, നമുക്കറിയാം. അതങ്ങനെ തന്നെയാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ, എങ്കിലേ ബാറ് മുതലാവുള്ളൂ. അപ്പോൾ 50 രൂപയുടെ മദ്യം 500 രൂപ ഇട്ട് ബിവറേജസ് കോർപ്പറേഷൻ വിറ്റു. ബിവറേജസ് കോർപ്പറേഷൻ നഷ്ടത്തിലായി. അതിലെ കൊള്ളകൾ നമ്മൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ചില മന്ത്രിമാർ അന്നത്തെ കഴിഞ്ഞ 2016 ചില മന്ത്രിമാർ തോൽക്കാൻ കാരണം തന്നെ ബിവറേജസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട അവരുടെ ചില ബന്ധുക്കളുടെ പ്രശ്നങ്ങളാണ്. ഞാൻ അതിലേക്കിപ്പോൾ പോകണില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ബിവറേജസ് കോർപ്പറേഷൻ നഷ്ടത്തിലാവുന്നതെന്ന് ഇവിടുത്തെ ഒരാളും അന്വേഷിക്കാറില്ല. പക്ഷേ നാട്ടുകാരുടെ പണമെടുത്തിട്ടാണ് 1,600 കോടി രൂപ നികുതിപ്പണം എടുത്ത് ബിവറേജസ് കോർപ്പറേഷനെ സപ്പോർട്ട് ചെയ്യാണ്. ഒന്ന് ആലോചിക്കണം. ഇത് ക്ഷേത്രങ്ങളെയോ പള്ളികളെയോ സ്കൂളുകളെയോ ആശുപത്രികളെയോ സപ്പോർട്ട് ചെയ്യാനല്ല, ബിവറേജസ് കോർപ്പറേഷനെ. ഒരു പോളിസിയുമില്ല കാര്യത്തിൽ, ഒരു പോളിസിയുമില്ല എന്നു മാത്രമല്ല അതിലെ ഞാൻ നേരത്തെ പറഞ്ഞ അഴിമതിയും മദ്യ വിതരണവും അടക്കമുണ്ട്. ഇനി മയക്കുമരുന്നിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരിക. ഞാൻ ഇന്ന് ഒരാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കേരളത്തിൽ ബാറുകൾ വലിയ തോതിൽ നഷ്ടത്തിലേക്ക് പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ ബാറുകൾ പോവും. അതിന് കാരണം ഒരു ജനറേഷന് താഴെയുള്ള ആളുകൾ അവർ സാമൂഹ്യ പ്രവർത്തനത്തിന് വരില്ല എന്ന് ഒരുപക്ഷെ എനിക്കും അജിംസിനൊക്കെ പരാതി ഉണ്ടാവും. അപ്പോൾ അവർ മദ്യപാനത്തിനും അങ്ങനെ വരുന്നില്ല. അവർ ബാറിൽ പോയിരുന്ന് കുടിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ്. അതിന് കാരണം എന്താ വെച്ചാൽ അവിടെ പോയി അടിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, നല്ല ഇടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചാടി തുള്ളി കളിക്കണമെങ്കിൽ
പുറത്ത് വേറെ വേണം. അപ്പോൾ പിന്നെ ബാറിനേക്കാൾ എളുപ്പത്തിൽ ഒരുപക്ഷെ അതിനേക്കാൾ മൊത്തം നോക്കുമ്പോൾ ചീപ്പായ വിധത്തിൽ മയക്കുമരുന്ന് ധാരാളമായി കിട്ടുന്ന ഏജൻസികൾ കേരളത്തിലുണ്ട്. അതൊന്നും ഒരു സംശയമില്ല. കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ വ്യാപാരം നടത്തുന്നതിൽ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ വിശ്വസിക്കില്ല. കാരണം രാഷ്ട്രീയ കക്ഷികളുടെ പിൻബലത്തോടെയാണ്. എല്ലാ ദിവസവും നമ്മൾ പത്രത്തിൽ കാണുന്നില്ലേ, 5 ഗ്രാം MDMA പിടിച്ചു, 1/2 കിലോ കഞ്ചാവ് പിടിച്ചു. ഈ 5 ഗ്രാം MDMA ആണ് ഇവിടെ കൊണ്ടുവരുന്നത്, അതാണ് ഉണ്ടാക്കുന്നത്. 500 ഗ്രാം MDMA കൊണ്ടുവന്ന് 100 പേർക്ക് 5 ഗ്രാം വീതം കൊടുക്കുന്ന ഒരാളുണ്ട്. ആളെ തൊടുവോ? തൊടില്ല. ഒരു മയക്കുമരുന്ന് റാക്കറ്റിനെ ഇവിടെ പിടിക്കില്ല. കാരണം പിടിച്ചാൽ അതിൻ്റെ അറ്റത്ത് ഏതെങ്കിലും ഉന്നതനായ ഉദ്യോഗസ്ഥനോ രാഷ്ട്രീയ നേതാവോ ഉണ്ടാവും. മിണ്ടാൻ പറ്റില്ല. ആലപ്പുഴയൊക്കെ നമുക്കറിയാമല്ലോ സ്ഥിതി, കായംകുളത്തൊക്കെ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ വലിയ തോതിൽ മയക്കുമരുന്ന് മാഫിയയെ സപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥ, രാഷ്ട്രീയ അല്ലെങ്കിൽ അതുപോലെയുള്ള നേതൃത്വങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് മദ്യമാഫിയ. എന്നിട്ട് മയക്കുമരുന്നിൽ നിന്ന് ഒഴിവാക്കാനാണ് മദ്യം കൊണ്ടുവരുന്നതെന്ന് പറയുന്ന വളരെ വിചിത്രമായൊരു കാര്യം. മദ്യം ഒരുപക്ഷെ സർക്കാരിനൊരു നികുതിയെങ്കിലും കിട്ടും, മയക്കുമരുന്നിന് നികുതിയും കിട്ടാൻ പോണില്ല. മാത്രമല്ല അതുണ്ടാക്കുന്ന സാമൂഹികമായ ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ മദ്യം വന്നതുകൊണ്ട് ഇവിടെ മയക്കുമരുന്ന് എന്തെങ്കിലും ഉപയോഗം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ വീടിനടുത്ത് എനിക്കറിയാം, കാക്കനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്, IT പാർക്കുകളുടെ അടുത്താണ് ഞാനിരിക്കുന്നത്. അവിടെയൊക്കെ തന്നെ നന്നായി മയക്കുമരുന്ന് വരുന്നുണ്ട്. നമുക്ക് ആളുകളെയൊക്കെ കണ്ടാലും അറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാരിന് ഒരു താല്പര്യവും മയക്കുമരുന്നിൻ്റെ കാര്യത്തിലില്ല. താല്പര്യം എടുക്കാനും പറ്റില്ല, തടഞ്ഞു പോകും. ആരൂടാൻ തടയും എന്ന് പറയും. പ്രശ്നം വയ്ക്കുമ്പോൾ മോളി തടയും, മുമ്പോട്ട് പോകാൻ പറ്റാതെ വരും. അതുപോലെ അതുകൊണ്ട് മയക്കുമരുന്ന് കുറയ്ക്കാനാണ് മദ്യം കൊണ്ടുവരുന്നതെന്നൊക്കെയുള്ള വാദം വളരെ വിചിത്ര വാദമാണ്. ഇതിപ്പോൾ അതൊന്നുമില്ല. ബാർ മുതലാളിമാരുടെ ധാരാളം കാശ് കിട്ടും. സാമൂഹികമായ പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പോളിസി ഡിസിഷൻ എത്ര ബാലിശമായാണ്, എത്ര ഉപരിപ്ലവമായാണ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുള്ള വളരെ നിർണായകമായ ഒരു പോയിന്റാണ് CR നീലകണ്ഠൻ ചൂണ്ടിക്കാട്ടുന്നത്. വളരെ നന്ദി ശ്രീ CR നീലകണ്ഠൻ, ശ്രീ MJ ചന്ദ്രൻ, വസന്ത് തെങ്ങുംപള്ളി. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.